ണം ഫോബ്സ് ഇന്ത്യയുടെ സ്പെഷ്യൽ എഡിഷനിൽ റെക്കഗ്നീഷൻ കിട്ടിയിട്ടുള്ളത്. പുള്ളിക്കാരത്തിത് എനിക്ക് ചോദിക്കാനുള്ളത്, ഫോബ്സിലെ പുള്ളിക്കാരന് ഈ ഡോക്ടർ യദു കൃഷ്ണയ്ക്ക് റെക്കഗ്നീഷൻ കിട്ടിയത് ഹോമിയോപ്പതി ചികിത്സ നടത്തിയത് കൊണ്ടാണോ, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഹോമിയോപ്പതിയിൽ അവലോസുപൊടിയിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചത് കൊണ്ടാണോ? അവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ആ അദ്ദേഹത്തിന് ഫോബ്സ് റെക്കഗ്നീഷൻ Forbes is not a yeah. ഒരു ബിസിനസ് മാൻ, ലീഡർഷിപ്പ്, ഓൺടർപ്രനൂവർഷിപ്പ്, ഇതിനു വേണ്ടിയാണ് റെക്കഗ്നീഷൻ കിട്ടിയിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ആദ്യം തുടങ്ങുന്നതിന്. അതായത് ഹോമിയോപ്പതി എന്തോ ആണെന്നുള്ള ഒരു ചെറിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഫ്രൈസ് കൊടുത്താണ് തുടങ്ങുന്നത്. നമുക്കിനി ബാക്കിയുള്ളതൊക്കെ കേൾക്കാം. ഫോബ്സ് ഇന്ത്യ സ്പെഷ്യൽ ഫീച്ചറിന്റെ ദ നെക്സ്റ്റ് ജനറേഷൻ ലീഡേഴ്സ് റീഷേപ്പിംഗ് ബിസിനസ് എന്ന കാറ്റഗറിയിൽ ഒരാളുടെ പേര് ഡോക്ടർ യദു കൃഷ്ണയുടെ കൂടെയാണ്. സോ എപ്പോഴായിരുന്നു ഇത് അനൗൺസ്മെന്റ്? Reshaping business, not reshaping science. Forbes, he may be a very good businessman. പുള്ളി നല്ല കച്ചവടക്കാരനായിരിക്കാം. ഇപ്പം നമ്മൾ മദ്യം വിറ്റാലും you will be featured in Forbes. It's because it's a business. It's not it has nothing to do with science per se. It has nothing to do with healthcare. രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ബിസിനസ് നടത്തി അതിൽ മുൻനിരയിൽ വരുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതിനൊക്കെ പുള്ളിക്കാരൻ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്